രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ അവസാനിക്കാറായി. ഈ 2024 ഞാനെന്ത് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ് കെടുക്കുന്ന ഒരു മനുഷ്യൻ കരയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊടുത്തിട്ട് അയാളെ എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. പകരം അയാളൊരു കിണറിലാണ് വീണ് കിടക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന 2 കമ്പ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ് പറ്റുന്നത് വെച്ചാൽ ആ 2 കമ്പ് മുറിച്ചിട്ട് കൊടുക്കുക. അയാൾ ആ മൺതിട്ടുകൾ കുത്തി ഓട്ടാക്കിയിട്ട് അതിനുള്ളിൽ കൈ പിടിച്ച് കയറി പോന്നോട്ടെ. നമുക്ക് ചിലപ്പോൾ ഒരു കയറ് കെട്ടിയിട്ട് ഒരു മരത്തിന്മേൽ കെട്ടിയിട്ട് അതിൻ്റെ ഒരു അറ്റം ആ കിണറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യണ്ട. ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് കയറി വന്ന അയാൾ നമ്മളെ ശത്രുവാണ്. ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് അനുഭവം കൊണ്ട് അറിയുണ്ടാവും. എല്ലാവരും ചിലപ്പോൾ ഇതേപോലെ കയറ് കെട്ടിയിട്ട് കൊടുത്ത ആൾക്കാരായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിലും ആരോ പറഞ്ഞിട്ടുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്നിട്ട് കളയണം എന്ന് മന്ത്രം. അപ്പോൾ നമ്മൾ ആരെ സഹായിക്കുകയാണെങ്കിലും അത് അയാൾ അർഹതപ്പെട്ടവനാണോ, അയാൾക്ക് നമ്മൾ അത്രയും കൊടുക്കാൻ മാത്രം നമ്മളുണ്ടോ, അയാൾക്കിപ്പോൾ ഞാൻ ഈ കൊടുക്കണത് അയാൾക്ക് ആവശ്യമുണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ നന്നായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾ ബൈക്ക് ഇടിച്ച് അവിടെ കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ തിരിഞ്ഞു പോകണമെന്നല്ല കേട്ടോ. അയാളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അത് നമ്മൾ ചെയ്യണം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് ആലോചിക്കണം. കാരണം നമ്മൾ ഇന്ന് രക്ഷപ്പെടുത്തിയവൻ ചിലപ്പോൾ നാളെ നമ്മളെ ശത്രുവായി വരും. അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. ഓക്കെ.